അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഉച്ചക്കൊക്കെയുള്ള കുറച്ച് ചോറും കറിയൊക്കെ വെക്കുന്ന ആ ഒരു തിരക്കിലാണ്. തിരക്കിയെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. രാത്രി വെച്ച ചോറുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ തിളപ്പിക്കാൻ വേണ്ടി കറണ്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചോറൊക്കെ തിളച്ച് വന്നു, അപ്പോൾ അതൊന്ന് വാർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ സക്കിയക്കുട്ടി മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു ബ്രെഡും അതിൽ കുറച്ച് പീനട്ടും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. രാവിലെ പോകുമ്പം ഒരു ദോശ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും കേട്ടോ. വന്നാൽ പിന്നെ ദോശയൊന്നും പറ്റൂല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചോറ് മതി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അതാ ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കുറച്ച് പീനട്ടാക്കി അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് സമയത്തേക്ക് അത് നോക്കണ്ട, വിശപ്പ് അടക്കി അവളെ കളിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ പറഞ്ഞപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ. കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലുള്ളപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, കലപില ശബ്ദങ്ങളൊക്കെ ഒഴിവായിട്ട്. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോക്ക് ഒരു ലൈക്കും കൂടെ തരാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സ്ഥിതിയൊക്കെ അറിയാലോ, ഒന്ന് റീച്ചായി വരണം. ഇനി ആദ്യത്തെ ആ ഒരു ഇതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് പാടുണ്ട്. ചെറുതായിട്ടുള്ളൊരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ രാവിലേക്കുള്ള അരിയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ അടുക്കളയിലുള്ള സമയത്ത് തന്നെ ഇട്ട് വെച്ചിട്ടില്ലേ പിന്നെ ഞാനത് മറന്നു പോകും. എപ്പോഴും മറക്കലാണ് പതിവ്. മറന്നാൽ പിന്നെ രാവിലെ നേരത്തെ മദ്രസയിൽ പോകണമല്ലോ, ആ സമയത്ത് എന്താ ഉണ്ടാക്കുക എന്നുള്ള ആലോചനയിലായിരിക്കും. വേറെ എന്തുണ്ടാക്കിയാലും നമ്മുടെ സഖിക്കുട്ടിക്ക് പറ്റൂല കേട്ടോ. ഭൂരി അല്ലെങ്കിൽ ഉഴുന്ന് ദോശ, ഇതിലേതെങ്കിലും ഒന്നാണ് പറ്റുള്ളൂ. വേറെ ഓട്ടടയോ സാദാ ദോശയോ ഒന്നും ഉണ്ടാക്കിയാൽ പറ്റൂല. പിന്നെ ഇപ്പോൾ അതാ ഞാൻ ഉച്ചക്ക് ചെറുപയർ കറിയാണ് വെക്കുന്നത്. ചെറുപയർ തേങ്ങ അരച്ച് വെക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ നോക്കിയപ്പം തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതാ കുക്കറിലേക്ക് നമ്മുടെ ചെറുപയറൊന്ന് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളിയും ഒരു പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ ഒരു തക്കാളി മുറിച്ചപ്പോൾ അത് കേടായിരുന്നു, പിന്നെ അത് കളഞ്ഞിട്ട് വേറൊരു തക്കാളിയൊക്കെ എടുത്ത് ഇതാ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളവും ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപ്പോ പയറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സക്കിയക്കുട്ടിക്കാണെങ്കിലും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ സക്കിയക്കുട്ടിക്ക് ഇതാണ് പണി. നമ്മുടെ കുറേ ദിവസമായി പിന്നെ സ്ലൈഡ് വേണം എന്നിങ്ങനെ പറയൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ റൂമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കാർഡ്ബോർഡ് വെച്ചിട്ട് ആൾ സ്ലൈഡാക്കി ഊരി കളിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം പിന്നെ അവളുടെ കൂടെയൊക്കെ നിന്ന് വന്നപ്പോഴേക്ക് പിന്നെ നമ്മുടെ ചെറുപയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറവിട്ടെടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫുഡ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കഴിക്കണം, പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണിയില്ല. ഒന്നാമത് നല്ല വിശപ്പും ഉണ്ടാവലുണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക്. അപ്പോൾ അതാ നമ്മുടെ മിൽമേൻ്റെ നല്ല അടിപൊളി കട്ടത്തൈരൊക്കെ ഉണ്ടായിരുന്നു. ചൂടായതിന് ശേഷം ഈ തൈര് ഇവിടെ സ്ഥിരമാണ് കേട്ടോ. അത് കഴിയാതെ വാങ്ങി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബീഫോ മീനോ അങ്ങനത്തെ ഒന്നും മസാല ഇട്ട കറികൾ അങ്ങനെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ, നല്ല ചൂടായതുകൊണ്ട്. അപ്പോൾ പിന്നെ തൈര് എപ്പോഴും വാങ്ങി വെക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സക്കിയക്കുട്ടിക്കുള്ള ചോറൊക്കെ ഇതാ എടുത്ത് അവൾ ടേബിളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എനിക്കുള്ളതും കൂടെ എടുക്കുകയാണ്. പിന്നെ ചെറുപയർ ഇങ്ങനെ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക കുറച്ചൊന്ന് തേങ്ങ അരച്ച് വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ തേങ്ങ കഴിഞ്ഞു എന്നുള്ളത്. നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞിതാ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരം പക്കവട ഉണ്ടാക്കുകയാണ് കേട്ടോ. മാവൊക്കെ കുറച്ച് മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സക്കിയക്കുട്ടി വീഡിയോയിൽ ഒരു കുട്ടീൻ്റെ അമ്മ പക്കവട ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്താണ് പക്കവട എന്നൊക്കെ 2 ദിവസമായി ഇവിടെ ചോദ്യം തുടങ്ങിയിട്ട്. എനിക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അവൾ ചെറുതായ സമയത്താണ് കേട്ടോ ഈ പക്കവട ഉണ്ടാക്കിയിരുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ കടലമാവ് കൊണ്ടുള്ളത് അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ ഉണ്ടാക്കലുമില്ല. ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ. അപ്പോൾ എന്തായാലും ഇതാ നമ്മുടെ പക്കവടയൊക്കെ ഉഷാറായി വരുന്നുണ്ട്. കടലമാവ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇപ്പോൾ പക്കവടക്കും അതുപോലെ തന്നെ ബജിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം സവാളയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച്. പിന്നെ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ
ഒന്നുമില്ല, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റേതായ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ഇവിടെ ഒരു കടയിൽ എണ്ണക്കടികളുടെ കൂടെയൊക്കെ ഈ ഒരു ചമ്മന്തി കിട്ടലുണ്ട്. അപ്പം ഞാനത് രുചിച്ച് നോക്കിയ സമയത്ത് അതിൽ ഇന്ന സാധനങ്ങളൊക്കെയാണ് എന്നുള്ളത് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ അങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അടിപൊളി ചമ്മന്തി തന്നെയാണ്, എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. പിന്നെ അതാ നമ്മൾ ഷഫീഖാക്കുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കുള്ള ചായയും കൂടെ എടുത്തിട്ട് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ സക്കിക്കുട്ടി ചമ്മന്തി വേണ്ടാന്ന് പറഞ്ഞു. എരിവ് അടുത്ത് കൂടെ പോകാൻ പറ്റാത്ത ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചമ്മന്തിയൊക്കെ കൂട്ടി നമ്മുടെ പക്കവട കഴിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ എളുപ്പത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്നൊക്കെ ബജിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ചമ്മന്തി അടിപൊളി തന്നെയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ജക്കിക്കുട്ടിക്ക് പക്കവടയൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഉള്ളിവടേനേക്കാളും ഇഷ്ടമായി എന്നാണ് പറയുന്നത്. ഉള്ളിവടയാകുമ്പോൾ അതിൽ കുറേ ഉള്ളി കടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതിൽ പിന്നെ അതിലേക്ക് നമ്മൾ ഉള്ളി ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങും. നമ്മുടെ കോഴികളൊക്കെ കൂട്ടുന്ന് തുറന്നു വിടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ജക്കിക്കുട്ടിക്ക് വൈകുന്നേരം ആയാൽ. ഒന്ന് താഴെക്കോടും പിന്നെ ഒന്ന് മേലക്കോടും, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണല്ലോ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്കും കമൻറ്റും ഒന്നും മറന്നു പോകരുത്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.